ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന ആവശ്യം ചെങ്കൽ തൊഴിലാളി യൂണിയൻ CITU പെരിയ മേഖല ജനറൽ ബോഡി യോഗം നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് ചെങ്കൽ തൊഴിലാളി യൂണിയൻ പെരിയ മേഖല തൊഴിലാളി സദസ്സും ജനറൽ ബോഡി യോഗവും ആഹ്വാനം ചെയ്തു. പെരിയ ബസാറിലെ എസ് ശേഖരൻ നായർ സ്മാരക മന്ദിരത്തിൽ നടന്ന തൊഴിലാളി സദസ്സ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് MV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ കരിക്കലും എന്തായി ഇപ്പോൾ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ തൊഴിലാളിക്ക് ബോറം പൊട്ടിച്ചിട്ട് കല്ല് പൊട്ടിക്കാനുള്ള സൗകര്യമില്ലാതെ ആ മേഖലയിലെ തൊഴിലാളികളിലും കുറവ് വന്നു. ആ സംഘടനയും ഇതിലെ അംഗങ്ങളാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ 400 പേരാണ് ഉണ്ടായത്. അവരെയും നിർമ്മാണ തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ മെമ്പർഷിപ്പിലൂടെ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ ജില്ലക്കകത്ത് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ എന്ന നിലയിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. ഈ കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തനം എന്ന നിലയിൽ നടത്തുന്നത്. യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കുക അല്ലെങ്കിൽ കൊടി പിടിച്ചൊരു സമരം നടത്തിയ യൂണിയനാവുള്ളൂ. നിങ്ങളോടിപ്പോൾ കഴിഞ്ഞ വർഷം മെമ്പർഷിപ്പിൻ്റെ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുൾപ്പെടെ നിങ്ങളുടെ പരിസംഖ്യ ഉൾപ്പെടെ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് കൊടുക്കണം. ചെങ്കൽ തൊഴിലാളി യൂണിയൻ മേഖലാ പ്രസിഡന്റ് ബാബു വെള്ളിക്കുത്ത് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശശി രാവണേശ്വരം, ഷിജു പാണംതോട്, മഞ്ജുനാഥ് വട്ടത്തൂർ, രവീന്ദ്രൻ ചെമ്മട്ടം വയൽ, മണി മുത്തനടുക്കം, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി തമ്പാൻ ഉപ്പിലിക്കൈ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.